ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ടു വിസ്കാപിക്സ്. നമ്മളിൽ എല്ലാവർക്കും അല്ലെങ്കിൽ ഒരു 80% കൂടുതൽ ആൾക്കാർക്കും അറിയാം മാഗ്നൈറ്റിൻ്റെ ക്രാഷ് ടെസ്റ്റ് ഏഷ്യൻ എൻക്യാപ്പ് നടത്തിയതാണെന്നും ഈ വാഹനത്തിന് 4 സ്റ്റാർ റേറ്റിംഗ് സേഫ്റ്റിയിൽ കിട്ടിയതാണെന്നും. ഇക്കാര്യത്തിന് വെച്ച് ഒട്ടനവധി ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഏഷ്യൻ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് നടത്തിയ ഗ്ലോബൽ എൻക്യാപ്പിലെ റിസൾട്ട്സ് തന്നെ കിട്ടുമോ? അതാണ് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, കുറച്ച് പേര് ഇതിന് 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ കാര്യം വിശ്വസിക്കാൻ കൂട്ടാക്കാത്തവരാണ്. ഈ 80%-ൽ 40% ആൾക്കാരും ഇത് ഒന്നെങ്കിൽ വിശ്വസിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ പറയും ഇത് ഫേക്ക് ആണെന്ന് പറയാൻ ആക്ച്വലി പ്രോപ്പറായിട്ടൊരു ജസ്റ്റിഫിക്കേഷൻ്റെ ആവശ്യമില്ല. കാരണം ഇതിൻ്റെ നമുക്കിപ്പോൾ വീഡിയോസൊന്നും വന്നിട്ടില്ല ക്രാഷ് ടെസ്റ്റ് നടത്തുന്നത്. എല്ലാം ഞങ്ങൾ ഉടൻ തന്നെ കൊണ്ടുവരുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ ആർക്ക് വേണമെങ്കിൽ ഇത് ഫേക്ക് ആണെന്ന് തോന്നാം, അതിലൊരു തെറ്റുമില്ല. ഇത്രയും കാര്യങ്ങളുടെ ജസ്റ്റിഫിക്കേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഏഷ്യൻ എൻക്യാപ്പിൽ മാഗ്നൈറ്റ് ക്രാഷ് ടെസ്റ്റ് ചെയ്താലും ഗ്ലോബൽ എൻക്യാപ്പിലേക്ക് വരുമ്പോൾ ഇതിന് 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടുമോ അല്ലെങ്കിൽ കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നതാണ്. അതിനുള്ള ഉത്തരം ഇതാണ്. ഏഷ്യൻ എൻക്യാപ്പ് മെയിൻലി സൗത്ത് ഏഷ്യൻ കൺട്രീസിൽ കാറുകൾ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. മാഗ്നൈറ്റ് ആക്ച്വലി നിസാൻ ഇന്ത്യയിൽ തന്നെ ബിൽഡ് ചെയ്ത് അത് ഇന്തോനേഷ്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് അയച്ചു കൊടുക്കാനുള്ള എക്സ്പോർട്ട് ചെയ്യാനുള്ള തീരുമാനമാണ് നിസാൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. സോ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. മാഗ്നൈറ്റ് ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാനാണ് നിസാൻ്റെ തീരുമാനം. അതിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ വന്ന വാഹനമാണ് ടെസ്റ്റ് ചെയ്തതെങ്കിൽ അതൊരു പോസിബിലിറ്റിയാണ്. ഇന്തോനേഷ്യൻ വാഹനമാണ് ഏഷ്യൻ എൻക്യാപ്പ് ടെസ്റ്റ് ചെയ്തതെങ്കിലും സെയിം സേഫ്റ്റി ഫീച്ചേഴ്സ് ടർബോ വേരിയൻ്റ് ആണ് ആക്ച്വലി ഇന്തോനേഷ്യയിൽ ഇറക്കിയിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറലി ആസ്പിറേറ്റഡ് മോഡൽ ഇന്തോനേഷ്യയിൽ നിസാൻ ഇറക്കിയിട്ടില്ല. സോ ടർബോ മോഡലാണ് ഇന്തോനേഷ്യ അല്ലെങ്കിൽ ഏഷ്യൻ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇഷ്ടംപോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് ലോഡറാണ്, ടെക്ക് ലോഡറാണ്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ എൻക്യാപ്പിൽ ഇതിൻ്റെ ടർബോ വേരിയൻ്റ് ക്രാഷ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിലും 4 സ്റ്റാർസ് കിട്ടാൻ 90% കൂടുതൽ ചാൻസും ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. നമ്മുടെ ഇന്തോനേഷ്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് അയക്കുന്ന വാഹനത്തിൻ്റെയും ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാഹനത്തിൻ്റെയും സേഫ്റ്റി ഫീച്ചേഴ്സിൽ യാതൊരു വ്യത്യാസവും വരുത്താണ്ടാണ് നിസാൻ അത് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത പോസിബിലിറ്റി നാച്ചുറലി ആസ്പിറേറ്റഡ് വേരിയൻറ്റ് ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്താലാണ്. സോ നമ്മുടെ ഗ്ലോബൽ എൻക്യാപ്പ് ഇനി അഥവാ ഇതിൻ്റെ ബേസ് വേരിയൻ്റ് അല്ലെങ്കിൽ നാച്ചുറലി ആസ്പിറേറ്റഡ് ഏതെങ്കിലും വേരിയൻ്റാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് കുറവാണ്. നമ്മുടെ ടർബോ എഞ്ചിനിൽ കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സായ വെഹിക്കിൾ ഡൈനാമിക് കൺട്രോൾ, അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഇങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ്, ട്രാക്ഷൻ കൺട്രോൾ പോലുള്ള ഫീച്ചേഴ്സൊന്നും നാച്ചുറലി ആസ്പിറേറ്റഡ് വേരിയൻറ്റിൽ വരുന്നില്ല. അത് ടെക്കല്ല, ടർബോയിൽ മാത്രമേ വരുന്നുള്ളൂ. സോ അതൊരു പോരായ്മയായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നിസാൻ ചെയ്തൊരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഗ്ലോബൽ എൻക്യാപ്പ് ഇതിൻ്റെ ബേസ് വേരിയൻ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും നാച്ചുറലി ആസ്പിറേറ്റഡ് വേരിയൻ്റ് ആണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 3 സ്റ്റാർസ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് കുറവുള്ളതുകൊണ്ട്. അതല്ല, ഇനി ഈ കാര്യത്തിൽ തന്നെ വേറൊരു പോസിബിലിറ്റി ഉള്ളത്, ഏഷ്യൻ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് ചെയ്തത് ഇന്ത്യൻ സ്പെക് മോഡലാണെങ്കിലാണ്. ഇന്ത്യൻ സ്പെക് മോഡലാണ് ഏഷ്യൻ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് ചെയ്തതെങ്കിലും ഇന്തോനേഷ്യൻ സ്പെക് മോഡലാണ് ക്രാഷ് ടെസ്റ്റ് ചെയ്തതെങ്കിലും അതൊക്കെ സെയിം തന്നെയാണ്. ഇനി ഇന്ത്യൻ സ്പെക്ക് നാച്ചുറലി ആസ്പിറേറ്റഡ് ക്രാഷ് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അവിടെ ഒരു വ്യത്യാസമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നാച്ചുറലി ആസ്പിറേറ്റഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് കുറവാണ്. നാച്ചുറലി ആസ്പിറേറ്റഡ് തന്നെ 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഒക്കെ സ്കോർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ വാഹനം വെൽ ബിൽഡാണ്, ഇതൊരു പ്രോപ്പർ ജാപ്പനീസ് കാറാണെന്ന് തന്നെ പറയാം. ജാപ്പനീസ് അല്ല, ആക്ച്വലി ജാപ്പനീസ് എഞ്ചിനീയറിംഗ് കിക്സ് ഇൻ യോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് തോന്നുന്ന പോസിബിലിറ്റി എന്ന് പറയുന്നത് ടർബോ വേരിയൻ്റ് ക്രാഷ് ടെസ്റ്റ് ചെയ്യാനാണ് സാധ്യത. ഈ ഏഷ്യൻ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഗ്ലോബൽ എൻക്യാപ്പിലേക്ക് വരുമ്പോഴുള്ള ഇതിൻ്റെ ക്രാഷ് ടെസ്റ്റ് റേറ്റിങ്ങിൻ്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത്, ഇത് വിശ്വസിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ 4 സ്റ്റാർ റേറ്റിംഗ് മാഗ്നൈറ്റിന് ഏഷ്യൻ എൻക്യാപ്പിൽ കിട്ടിയെന്ന് വിശ്വസിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞ് പരത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള പ്രൂഫാണ്. അത് ഏഷ്യൻ എൻക്യാപ്പിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ഒരു പ്രൂഫ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇനി ഈ പ്രൂഫിൽ അല്ലെങ്കിൽ ഈ ഫോട്ടോയിൽ റഷ്ലൈൻ്റെ ബാഡ്ജിങ് ഉള്ളത് റഷ്ലൈൻ്റെ സോഴ്സ് വഴി ഇതെടുത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് മുകളിൽ കാണാം ഏഷ്യൻ എൻക്യാപ്പിൻ്റെ ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴത്തായിട്ട് മലേഷ്യ 30 ഡിസംബർ 2020 ദ ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാം ഫോർ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് അല്ലെങ്കിൽ ഏഷ്യൻ എൻക്യാപ്പ് ഹാഡ് റീസെൻ്റ്ലി പെർഫോംഡ് an assessment on the model Nissan Magnite, the second assessed model under the Nissan brand in year 2020. Based on the overall score, the Asian NCAP is pleased to announce that the new Nissan Magnite had successfully obtained 4 star Asian NCAP rating in the assessment.
ഡീറ്റെയിൽസ് ഓഫ് ദ റിസൾട്ട്സ് വിൽ ബി റിലീസ്ഡ് സൂൺ. സോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്. ഏഷ്യൻ എൻക്യാപ്പ് ഇതിൻ്റെ ക്രാഷ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മുകളിൽ ഏഷ്യൻ എൻക്യാപ്പിൻ്റെ ലോഗോ കണ്ടാൽ തന്നെ മനസ്സിലാവും, അല്ലെങ്കിൽ ബാഡ്ജിങ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്രാഷ് ടെസ്റ്റ് വീഡിയോവും അവരുടനെ തന്നെ പുറത്തു വിടും എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. സോ അത് ക്രാഷ് ടെസ്റ്റ് വീഡിയോ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുവരെ ഇത് ഫേക്ക് അല്ല എന്ന് കാണിക്കാൻ എൻ്റെ അടുത്ത് ഈ ഒറ്റൊരു പ്രൂഫ് മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ രണ്ടാമത്തെ പോയിൻറ്റിനും മൂന്നാമത്തെ പോയിൻറ്റിനും, അതായത് ഇത് ഫേക്ക് ആണെന്നും ഇത് വിശ്വസിക്കാത്ത ആൾക്കാർക്കും വേണ്ടി ഉള്ളൊരു പ്രൂഫായിരുന്നു നമ്മൾ നേരത്തെ കാണിച്ച ആ പ്രൂഫ്. ഇനി എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ തംബ്നെയിലിനെ കുറിച്ചാണ്. ഈ വീഡിയോയുടെ തംബ്നെയിൽ ക്ലിക്ക് ബൈറ്റ് ആണ്, അല്ലെങ്കിൽ വ്യൂസ് കിട്ടാൻ വേണ്ടി ഇട്ടതാണ് എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവരിതിൻ്റെ ബാക്കിയും കൂടെ കണ്ടിട്ട് പോയി ചീത്ത വിളിക്കുക കമൻസിൽ. ഇതിന് തംബ്നെയിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ശരിയാവണോ എന്നുണ്ടോ എന്നാണ്. സോ അതിൻ്റെ മീനിങ് എന്താണ്? ഇതിൽ ചിലവർ വിശ്വസിക്കുന്നത് ഗ്ലോബൽ എൻക്യാപ്പിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സേഫ്റ്റി റേറ്റിംഗ് വല്ലാണ്ട് കുറയും എന്നാണ്. സോ ആ ഒരു ജസ്റ്റിഫിക്കേഷൻ വെച്ചിട്ടാണ് ഇതിൻ്റെ തംബ്നെയിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഞാൻ തെറ്റായിട്ടുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ തംബ്നെയിലും കൊടുത്തിരിക്കുന്നത്. ഈസ് ഇറ്റ് ട്രൂ എന്നും തംബ്നെയിൽ കൊടുത്തിട്ടുണ്ട്. സോ തംബ്നെയിൽ വഴി ഞാൻ ഒരിക്കലും പറയുന്നില്ല മാഗ്നൈറ്റിന് 2 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയതാണെന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അത് ശരിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് കറക്റ്റ് ആണോ എന്ന്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഒരിക്കലും മിസ്ലീഡിങ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, അല്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്ത ഉടനെ തന്നെ എല്ലാവരും പറയും മിസ്ലീഡിങ് തംബ്നെയിൽ, മിസ്ലീഡിങ് ടൈറ്റിൽ, മിസ്ലീഡിങ് ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ. ഇക്കാര്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇത് ഈ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞത്. ഈ വീഡിയോ കാണുന്ന ബാക്കിയുള്ളവരാരും തെറ്റിദ്ധരിക്കരുത്. സോ ഇന്നത്തെ നമ്മുടെ മാഗ്നൈറ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇനി ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം. ഈ ചാനലിൽ നിങ്ങൾ പുതിയതാണെങ്കിൽ ഇതുപോലുള്ള വാഹനങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനും മാഗ്നൈറ്റ് റിലേറ്റഡ് കൂടുതൽ ഇൻഫർമേഷൻസിനും നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെ ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്യാം. അതുപോലെ തന്നെ മാഗ്നൈറ്റിൻ്റെ വേരിയൻറ്റ് വൈസ് ഫീച്ചേഴ്സിനും അതുപോലെ കമ്പാരിസൺ റിവ്യൂസിനും ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ചാനലൊന്ന് വിസിറ്റും കൂടി ചെയ്തേക്കാം. അതിന് ജസ്റ്റ് ബെസ്കാപിക്സിൻ്റെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് മാഗ്നൈറ്റ് റിലേറ്റഡ് ഇഷ്ടം പോലുള്ള ഡീറ്റെയിൽസ് ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ലഭിക്കുന്നതായിരിക്കും. മാഗ്നൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻസിൽ ചോദിക്കാം. നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അതിൽ കമൻസ് വഴി ചോദിക്കാം. അതല്ല നിങ്ങൾക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഒരു വീഡിയോയുടെ ഫോമിൽ വേണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ഇനി എന്താണ് അറിയേണ്ടത് മാഗ്നൈറ്റിനെ കുറിച്ച് എന്നതും പറയാം. അതിലും ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.